Hi everyone, myself Ria. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞത് മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആണ്. ഓൾറെഡി വെയർഹൗസിൻ്റെ 2 പോർഷൻസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും, ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഓർ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ടാണ്. അപ്പോൾ എന്താണ് വെയർഹൗസ് എന്നും എന്താണ് വെയർഹൗസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഓപ്പറേഷൻസ് എന്നും ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ആ മെറ്റീരിയൽസ് ആയാലും നമ്മുടെ ഇപ്പോൾ ഇൻവെൻട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ടൈപ്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിൽ വരുന്ന റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വർക്കിംഗ് പ്രോസസ്സ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണെങ്കിലും എങ്ങനെയാണ് നിങ്ങളത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമുക്ക് ഇഷ്ടംപോലെ ഗുഡ്സ് വാങ്ങി അല്ലെങ്കിൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അതിനെ അൺയൂഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയാൽ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത് ലോസ് മാത്രമായിരിക്കും. സോ അതിൽ നിന്ന് എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിൻ്റെ സെയിൽ നടത്തുക എന്നുള്ളതിലാണ് നമുക്ക് ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്? ലൈക്ക് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഈസ് എ ഫങ്ഷൻ വിച്ച് എയിം ദ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് ടുവേർഡ്സ് ദി മാനേജ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. അതായത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ അണ്ടറിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ നമ്മൾ മെറ്റീരിയൽ ആദ്യം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് എങ്ങനെയൊക്കെയാണ് മെറ്റീരിയൽസിനെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നതൊക്കെയാണ് ഈ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൻ്റെ പേർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അതാണ്. ഇതിൽ തന്നെ നമുക്ക് പല ഏരിയകൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതാണ് നമുക്ക് ലൈക്ക് മെറ്റീരിയൽ കളക്ഷൻ, അതായത് നമ്മൾ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ വരുന്നത് നമുക്കതിൻ്റെ സ്റ്റോറേജ്. ആ മെറ്റീരിയൽസ് വാങ്ങി കളക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് നമ്മളൊരു സപ്ലൈസിൻ്റെ അടുക്കുന്ന അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നിന്ന് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങി നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ സ്റ്റോർ ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യണം, ആൻഡ് ഓൾസോ നമ്മുടെ ഇൻവെൻട്രി കൺട്രോൾ, അതായത് ഈ സ്റ്റോർ ചെയ്ത സാധനങ്ങൾ എപ്പോൾ നമ്മൾ ആവശ്യാനുസരണം ഉപയോഗിക്കണം, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് വരുന്ന ഓരോ കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഓരോ എൻക്വയറി അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റിനെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ളതൊക്കെയാണ് നമ്മളൊരു ഇൻവെൻട്രി കൺട്രോളിലും വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ലൈക്ക് ഈ ഒരു പ്രൊഡക്റ്റ്സ് നമുക്കിപ്പോൾ ഇപ്പോൾ ഓരോ ഏരിയയിലും നമ്മൾ പറഞ്ഞു സപ്ലൈസിൻ്റെ എടുക്കുന്ന സാധനങ്ങൾ വാങ്ങുന്നു, ദെൻ പർച്ചേസ് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എത്തിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളത് എവിടെ സ്റ്റോർ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന്. ലൈക്ക് ഇപ്പോൾ ഒരു ബൾക്കായിട്ട് സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മാനുഫാക്ചറിങ് നടത്തണോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തണോ, അല്ല നമുക്ക് ആവശ്യത്തിന് റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി ഇൻവെൻട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും JIT, ജസ്റ്റ് ഇൻ ടൈം. അങ്ങനെ നമുക്ക് വരുന്ന റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ആവശ്യാനുസരണം മാത്രം പ്രൊഡക്ഷൻ നടത്തണോ, ഏത് രീതിയിലാണ് നിങ്ങൾ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതും, ആൻഡ് ഓൾസോ ദ സ്റ്റാൻഡർഡൈസേഷൻ, ലൈക്ക് എങ്ങനെ എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്.